ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ എടാ പട്ടി മരപ്പട്ടി, നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയടാ ഞാൻ. എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു ഊമ്പ. നമസ്കാരം. കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് കാറിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് വെട്ടവും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു 1:30 മണിക്ക് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അത് അശ്വന്ത് കോക്കിൻ്റെ ആയിരുന്നു. നോക്കിയാൽ അമ്മേനെ അടിച്ച് ഫിറ്റായി കിണ്ടിയാണ്ട് ഇരുന്നു കൊണ്ട് പൂരത്തെറി, മറ്റാരുമല്ല മാധവ് സുരേഷ്, അതായത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനെ പൂരത്തെറി വിളിക്കുകയാണ്. ടെമ്പർ തെറ്റി എന്താണ് പുള്ളി വിളിച്ചു പറയുന്നത് പുള്ളിക്ക് ഒരു പിടുത്തമില്ല. അത് ഏതാണ്ട് ഒരു 10-16 മിനിറ്റോളം നീണ്ടു നിന്നു. വിളിയോട് വിളി, പട്ടികളെ തെണ്ടികളെ പൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചങ്ങ് അറക്കുകയാണ് എന്നുള്ളതാണ് ആ വീഡിയോയ്ക്ക് വെക്കുക. അതിന് മുമ്പ് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ഇവിടെ അംഗമട്ടഹാസം എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന മാധവ് സുരേഷിന്റെ ഒരു പടം, ആ പടത്തിന് അശ്വന്ത് കോക്ക് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ഇട്ടു. അതിനുശേഷം ഇത് ഒരാഴ്ചക്കകം ഈ പടം അവിടെ നിന്ന് പിൻവലിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അത് ഇന്നലെ ഇവര് ന്യൂസ് 18 ഇവർ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതായത് ഈ പറയുന്ന മാധവും അവന്റെ പ്രൊഡ്യൂസറുമായിട്ട് വന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂയുടെ ആദ്യ ഭാഗം അവരെന്താണ് അതിനകത്ത് വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ ഒരു ആരോപണം അവരത് വെക്കുന്നുണ്ട്. ആ ഒരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗം വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ അശ്വന്ത് കോക്ക് കൊടുത്ത മറുപടിയും കൂടി കേൾക്കാം. അംഗമട്ടഹാസം എന്ന സിനിമ മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഐ കളക്റ്റീവ്ലി തിങ്ക്. ഓക്കെ, ഇവിടെയാണ് വിഷയം. അതായത് ഈ ആദ്യം ഈ വന്ന ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പറയുന്ന സുരേഷ്, ഈ പറയുന്ന മാധവ് സുരേഷിന്റെ അടുത്തും ആ പറയുന്ന ആര് നമ്മുടെ പ്രൊഡ്യൂസർ ചെറുതായിട്ടൊന്ന് അന്വേഷിക്കണം. ചെറുതായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട്. അശ്വന്ത് കോക്ക് നിന്റെ ആ പടത്തിന് വേണ്ടിയിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടാതിരിക്കാൻ വേണ്ടി 1 ലക്ഷം ഉണവ ചോദിച്ചെന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബുമായിട്ട് ചെറിയ ഒരു സാമാന്യ വിവരമുള്ളവർക്ക് മനസ്സിലാവും നീ പറയുന്നത് പക്ക കള്ളമാണ് എന്നുള്ളത്. ഈ പറയുന്ന മാധവ് സുരേഷ് എന്ന് പറയുന്ന ഈ സുരേഷ് ഗോപിയുടെ മകൻ തന്നെ ഒന്ന് ആലോചിച്ച് വെക്ക്. ഈ അശ്വന്ത് കോക്കിനെ പോലുള്ളവർക്ക് ഇത്രയും പിന്നെ വ്യൂസും ഇത്രയും ലക്ഷങ്ങൾ മാസം കിട്ടുന്ന ഒരു റിവ്യൂവിന് കിട്ടും. അവനിട്ട് ആ ഒരു റിവ്യൂവിൽ ആ ഒരു റിവ്യൂവിനെ 1 ലക്ഷത്തിന് മേളിൽ ഉണ്ടാക്കുക. നിനക്കറിയാമോ? അത് യൂട്യൂബിനെ കുറിച്ച് നിനക്കൊരു വിവരം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ പണ്ട് ബിഗ് ബോസിനകത്ത് നമ്മൾ 50,000 ഉണവ് വാങ്ങിച്ചിട്ട് PR ചെയ്തെന്ന് ഒരു ഭ്രാന്തം പറഞ്ഞില്ല. അതുപോലെയാണ് ഇവിടെ. കാരണം യൂട്യൂബിലുള്ളവർക്കറിയാം അവരുടെ റീച്ച്, അവരുടെ ആ വീഡിയോയുടെ ലെന്തിൽ എത്ര ലക്ഷം രൂപ കിട്ടും. അപ്പം ഇവിടെ തന്നെ സംഭവം പൊളിയുന്നുണ്ട്. ഇത് കള്ളമാണെന്നുള്ളത് 101% എഴുത്തരം. ഇത് കള്ളമാണ്, ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അതും 1 ലക്ഷം ഉണവ. 10-50 ലക്ഷം ആണെങ്കിൽ പിന്നെയും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ 1 ലക്ഷം ഉണവ വാങ്ങിച്ചിട്ട് അശ്വന്ത് കോക്ക് നെഗറ്റീവ് പറയാതിരിക്കാനാണെങ്കിൽ 1 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞത് പക്കൻ. ഇത് കേട്ട് സത്യം പറഞ്ഞാൽ ആർക്കായാലും പൊളിയും. ഈ പറയുന്ന അശ്വന്ത് കോക്കിന് പൊളിഞ്ഞിട്ടുണ്ട്. പൊളിഞ്ഞിട്ട് പുള്ളി ഇന്നലെ ആടിക്ക് ഫിറ്റായി വന്നിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് കൈവിട്ട് പോയി എന്നുള്ളതാണ്. കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഇതിൽ കൂടിപ്പോയിട്ടുണ്ട് പല രീതിയിൽ. അത് ആ വെള്ളം ഉള്ളിക്കിടക്കുന്ന വെള്ളമാണ് അശ്വന്ത് കോക്കിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. കുറച്ച് കാണാം. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ വയലൻ്റല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം. തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എൻ്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നത്. എൻ്റെ ഏത് ആൾക്കാരടാ? പണ്ടിക്കരിമ്പാറ എൻ്റെ ഏത് ആൾക്കാരെ? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. ഈ ഒരു 10-16 മിനിറ്റ് ഉണ്ട് ഈ അവന്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനീളം പല സിനിമകളുടെയും റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം പറഞ്ഞ ഞാൻ തനിയാൾ എന്ന് തുടങ്ങി ഉടനീളം ആ ഒരു, അതായത് ഈ വെള്ളമടിച്ച് മദ്യത്തിന്റെ ലഹരിയിലായതുകൊണ്ട് തന്നെ തനിക്ക് ഈ പറയുന്ന സിനിമേനെ എത്ര അഡിക്റ്റ് ആണ്, ഏതെല്ലാം സിനിമ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു പരിധി വരെ ഇതിന് മനസ്സിലാക്കും. കാരണം പല ഡയലോഗും പല
ബോഡി ലാംഗ്വേജും ഒക്കെ പറയുന്ന ഡെലിവർ ചെയ്യുന്ന രീതിയൊക്കെ പല സിനിമയുടെ റെഫറൻസ് ആണ്. പല സിനിമയുടെ നമ്മുടെ മാസ് ഡയലോഗില്ലേ അതിന്റെ റെഫറൻസ് ആണ് പുള്ളി ഇതിനകത്ത് ചെയ്യുന്നത്. അറിയാതെ വന്നു പോകുന്നതാണ്. എന്റെ ഏതാൾക്കാര് പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ, ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതിരടിക്ക് പൈസ വാങ്ങിച്ച്, സൈല ആനന്ദോണ്ടത്ത് പൈസ വാങ്ങിച്ച്. പക്ഷേ ഈ അന്തം അട്ടഹാസം, അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ എം ചലഞ്ചിങ് യു, മൈ അഡ്വക്കേറ്റ് ഈസ് ആഫ്റ്റർ യു. ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് എടാ താടി വെച്ച അന്ത അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് 8 പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ച് പറയടാ, തെളിവ് കാണിച്ച് പറ. ഞാൻ ഇന്ന് 10 പൈസ ഒരു മനുഷ്യടുത്ത് ഞാനുണ്ടല്ലോ ഒരാടുന്ന് ഒരു കാലിച്ച വാങ്ങിച്ച് കുടിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നത്, സിനിമാക്കാർ പട്ടികളെ. ന്യൂസ് 18 സിനിമാക്കാർ പട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം പുള്ളിക്ക് പൊട്ടി 1 ലക്ഷം രൂപ വാങ്ങിച്ചത് ഈ പറയുന്ന ന്യൂസ് 18 പോലുള്ള ഒരു ചാനലിൽ പോയിരുന്ന് പറയുമ്പോൾ കുറേ ഒരു വിശ്വസിക്കും. ഇത് വിശ്വസിച്ചുകൊണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഒരുവിധം മൂളയുള്ള യൂട്യൂബ് എന്താണെന്നുള്ള അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കില്ല. കാരണം വിശ്വസിക്കാതിരിക്കാത്ത കാരണം ഈ പറയുന്ന ഇപ്പം 1 കോടി രൂപ കിട്ടുന്ന 1 കോടി രൂപ മാസം പിന്നീട് വരുമാനമുള്ള ഒരാളെന്ന് കരുതിക്കൂ. അവൻ്റെ അടുത്ത് പോയി പറയാണ്, എനിക്ക് ഈ ഒരു മാസം നീ ഒരു കാര്യം, ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ തരാം, ഈ 1 ലക്ഷം രൂപ എനിക്ക് വേണ്ടി നല്ലത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് ഇതിന്റെ റേഞ്ച് അറിഞ്ഞുകൂടാ. ഇവർ വിചാരിക്കുന്ന യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ പറയുന്ന റിവ്യൂസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർ ഈ പറയുന്ന എന്ത് കൊടുത്താലും മറിയും. അങ്ങനെ എല്ലാവരുണ്ട്. ചെറിയ ചാനലുകൾ, പതുക്കെ വളർന്നു വരുന്ന ചാനലുകളുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അവൻ്റെ വ്യൂസ് നോക്കണം, എത്രമാത്രം അവന് വ്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര ലക്ഷം അവന് കിട്ടുമെന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ പറയുന്ന ഈ അശ്വന്ത് ഗോക്കിന്റെ മാസ വരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന മാധവ് സുരേഷ് ചിലപ്പം 2 ദിവസം ഉറക്കം കാണൂല. അതുകൊണ്ടാണ് ഇവൻ അറിയത്തില്ല. അതുകൊണ്ടാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നുണ പറയാൻ കാരണം. ചാനലിലെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നത് ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ. പക്ഷേ ഞാൻ പറയുന്ന ഹാവ് ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ് ഫ്രം ഹൈക്കോർട്ട്. നീ അഡ്വക്കേറ്റ് അല്ലേ പറയുന്നത്, എന്റെ പ്രൊഡ്യൂസർ മത്തായിനെ വിട്ടേക്ക്. ഏതോ മത്തായി US അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ് പൈസ വാങ്ങിച്ചത്? പറയടാ മാധവ് സുരേഷ്, തെളിവ് കാണിക്ക്. നീ ഞാനൊക്കെ ഒരേ കേരളത്തിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാ. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ എടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛൻ്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ടൈഗർ, ഇദ്ദേഹത്തിന് തിരിച്ചു പോലെ ടൈഗർ ഫസ്റ്റ് ഷോ കൊണ്ട ഞാൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഈ റിവ്യൂടല് ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ VD സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോയി. ഞാൻ ഹൈഡ്രോളിക് ആൺകുട്ടിയായിരുന്നു. ഇതുപോലെ അനാവശ്യ സാധനം വലിച്ചടിച്ചിട്ടില്ല. ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞ വന്നിട്ടില്ല. ആടാ പൈസ വാങ്ങിയത് കാണിക്കടാ. കേരള പോലീസ് എന്ന നിൽക്കോ എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്യടാ. ACP റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളം എന്നെ 24 hour ക്വസ്റ്റ്യൻ ചെയ്താ. കേരള പോലീസൊക്കെ മണ്ടന്മാരാ. ഞാൻ കാശ് വാങ്ങി ഒരുത്തണം എന്നെ പിടിച്ച് ജയിലിട്ടുണ്ടാവൂലേ? എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അന്ത അട്ടാസം. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ. മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. എടാ മാധവേ പട്ടി.
ഞാൻ പോക്കിരി പറയുന്നേ, പോക്കിരി നീ എനിക്ക് കേസ് കൊടുത്തോട്ട് എന്റെ അടുത്തൊക്കെ സംസാരിച്ചാണ് ഞാൻ വീട് ചെയ്യുന്നേ. പിന്നെ ഈ താടിക്കാരൻ, എടാ താടിക്കാരാ, നിന്റെ പേര് പോലും കയറില്ല. ചിലപ്പോൾ റിവ്യൂവിൽ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എടാ താടിക്കാരാ, നിന്റെ താൻ പറയുന്നേ, നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ അടുത്ത്, എടാ പട്ടി മരപ്പട്ടി, നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയടാ ഞാൻ. അത്രയ്ക്ക് അതപ്പച്ചാണ് നിന്റെ 1 ലക്ഷം. പോടാ പോടാ, 1 ലക്ഷം ഉലുവ 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 1 ലക്ഷം നിന്നോട് ചോദിച്ചു. നീ ഒരു 10 ലക്ഷം 15 ലക്ഷം പറഞ്ഞാല് ദാറ്റ് വാസ് ഫൈൻ. എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്ന് ഊമ്പുക. മാധവ് എൻ്റെ അടുത്താൻ പറയുന്നത്, മാധവ് സുരേഷിനോട് കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുതുകയറി നീ വരണ്ട. പിന്നെ ഈ താടിക്കാരൻ നിന്റെ പ്രൊഡ്യൂസറിനോട് പറയാണ്, പട്ടി തെളിവ് കാണിക്കടാ, നീ ചാക്ക് കിട്ടി നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ഞാൻ ചോദിച്ചു, തെളിവ് കാണിക്കടാ, കോൾ റെക്കോർഡ് കാണിക്കടാ, മെസ്സേജ് കാണിക്കടാ. ഇല്ല ഞാൻ മറ്റേ എന്താ ഇൻഡയറക്റ്റ് ആണ് പൈസ വാങ്ങിക്കുന്നതെന്ന്. ഓക്കെ. ഇപ്പൊ ഇതിലുടനീളം ഈ പുള്ളി പറയുന്നത് ഇത് തന്നെയാണ്, തെളിവ് കാണിക്കുക, തെളിവ് കാണിക്കുക. കാരണം അവനക്ക് അറിയാൻ അങ്ങനെ ഒരു തെളിവില്ല, അങ്ങനെ ഒരു സംഭവം ചെയ്യില്ല, അങ്ങനെയുള്ള അത് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വെള്ളമടിച്ച് ഫിറ്റായിക്കൊണ്ട് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം സുരേഷ് ഗോപിയെ കുറിച്ചായിക്കോട്ടെ, സുരേഷ് ഗോപിയുടെ മകനെ കുറിച്ചായിക്കോട്ടെ, തെറികൾ വിളിക്കുന്നുണ്ട്. കൈവിട്ട് പോയതാണ്. കാരണം കൈവിട്ട് പോയി വെള്ളമടിച്ച് ഈ പറയുന്ന എന്താണ് കൈവിട്ട് പോയ സാധനമാണ്. അതുപോലെ ഇതിനകത്ത് കുറെ പുള്ളിന്റെ ഉള്ളിനകത്ത് കിടക്കും ഞാനെന്തോ മറ്റവനാണ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് വർത്താനൊക്കെ ഉണ്ട്. എനിക്ക് അത്രയ്ക്കുള്ള റേഞ്ച് ഉണ്ട പല സിനിമയെ റെഫറൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാണിത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിലിം റിവ്യൂസ് ചെയ്യുന്നവർക്ക് അപ്പം ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ഫിലിം റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം മലങ്കട്ടം എന്ന് പറഞ്ഞോ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നീട് ഈ പറഞ്ഞ ദുരന്തം എന്ന് പറഞ്ഞോ അതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷേ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ഈ പറയുന്ന അശ്വന്ത് ഗോക്ക് കുറച്ച് ഓവർ. മറ്റുള്ള റിവ്യൂസിനെ പോലെ അല്ല. അവര് പറയുമ്പോഴെങ്കിലും ഒരു അവിടെ ഇവിടെയും തൊടാതെയൊക്കെ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതി. പക്ഷേ ഈ പുള്ളി ഈ ഒരു പടത്തിനെ പറഞ്ഞങ്ങ് നശിപ്പിച്ച് കളയും. കാരണം പക്ഷേ അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് റീച്ചും എന്നുള്ളതാണ്. ഈ പുള്ളി ആ സ്റ്റൈൽ മാറ്റി പുള്ളി റീച്ച് പോകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുള്ളി പറയുമ്പോൾ പുള്ളി ഈ ഒരു സിനിമയെ അങ്ങോട്ട് പിന്നെ നല്ലത് പറയുമ്പോൾ നന്നായിട്ട് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അടിച്ച് കളിച്ച് ഇത് അത് കാണുന്നവൻ ഒരു ശതമാനം പോലും ഒരു 10% പോയി കണ്ടളയാ എന്ന് വിചാരിക്കുന്നവൻ ഇവന്റെ റിവ്യൂ കണ്ടാൽ പോകത്തില്ല. അപ്പൊ അത് ഇത്തിരി മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് എന്നുള്ളത്. കാരണം കോടികൾ മുടക്കി ചിലപ്പോൾ ഈ പറയുന്ന വീടും മറ്റതും മറിച്ചതൊക്കെ എന്ത് ചെയ്തു കൊണ്ട് പണയം വെച്ചോ കടമൊക്കെ വാങ്ങിച്ചൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ എത്രയോ പേര് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫിലിം പൊട്ടിയിൽ ആത്മഹത്യ ചെയ്യുന്ന, കുടുംബം നശിക്കുന്ന, അങ്ങനെ ഇഷ്ടംമാതിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മളായിട്ടൊരു കാരണമാകരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു സംവിധായകൻ വന്ന് പറഞ്ഞ മണ്ടത്തരമായി പോയെങ്കിലും അവനെ എങ്ങനെയും അവനൊരു പണി കൊടുക്കണം. അവൻ അത്രയ്ക്ക് വേദന കോടികൾ മുടക്കിയിട്ടിരിക്കുക. അവൻ വന്ന ഒരു 5 ദിവസം ഞാൻ ഇത്രയും കോടികൾ മുടക്കി വളരെ പ്രതീക്ഷയോട് കൂടി ഞാനൊരു സിനിമ ഇറക്കുമ്പോൾ ഒരുത്തൻ്റെ റിവ്യൂ കാരണം 4 ദിവസം കൊണ്ട് പുറത്ത് എനിക്ക് തിരിച്ച് പിന്നീട് എടുക്കേണ്ടതായിട്ട് വരുമെന്ന ഒരവസ്ഥ. പിന്നെ ആ പടം പൊതുവെ കൂറെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പറയുന്നതിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഒന്ന് കുറച്ചാൽ അശ്വന്ത് ഗോക്ക് അങ്ങനെയാണ് പറയുമ്പോൾ. അത് അതിൽ അഭിനയിച്ചായിക്കോട്ടെ, അതിൽ പണം മുടക്കാനായിക്കോട്ടെ, അതിൽ ഈ പറയുന്ന ഡയറക്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, കാണുമ്പോൾ ആർക്കായാലും കൊള്ളും. അതൊന്ന് കുറയ്ക്കും. മറ്റുള്ള റിവ്യൂസിനെ പോലെ ശശാം ആയിക്കോട്ടെ, ഈ പറയുന്ന ആരാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ, ഉണ്ണി ആയിക്കോട്ടെ, അവരൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാന്യമായിട്ടുള്ളൊരു വിമർശനമായിട്ട് തോന്നുന്നുണ്ട്. താങ്കളുടെ വാക്ക് കൊണ്ട് ഒരു കുടുംബം നശിച്ചു പോകാതിരിക്കട്ടെ. ഇനി ആരെങ്കിലും താങ്കളുടെ വാക്ക് കേട്ട് ജീവൻ ഇത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതും കൂടി കേൾക്കുമ്പോൾ ഒന്നാമത് പടം പൊട്ടി തകർന്നിരിക്കും. അതിന്റെ പുറത്തൂടെ ഇവന്റെ ഇത് കൊടുക്കണം, ഇവൻ എന്നെ അപ്പൊ താങ്കളോടുള്ള വിരോധം കൂടും. അതുകൊണ്ട് തന്നെ അത് ഒരുവിധം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.